ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് ഒരു ചെറിയ കൃഷ്ണൻ്റെ കഥ കേൾക്കാം. ദ്വാരകയിലെ രാജാധികാരത്തിൽ വാഴുന്ന ശ്രീകൃഷ്ണൻ പ്രജകളുടെ സ്നേഹവും ഐശ്വര്യവും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കൊട്ടാരം. അങ്ങനെ ഒരിക്കൽ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി ശോഷിച്ച ശരീരപ്രകൃതിയുമായ ഒരു ബ്രാഹ്മണൻ കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ എത്തി. അദ്ദേഹത്തിൻ്റെ പേര് സുദാമാവ് എന്നായിരുന്നു. സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കുചേലൻ എന്ന് വിളിച്ചു. ദ്വാരകയിലെ കാവൽക്കാർ ആ പാവം മനുഷ്യനെ തടഞ്ഞു. പക്ഷേ രാജകൊട്ടാരത്തിൽ ഇരുന്ന് തന്നെ കൃഷ്ണൻ ആ അപരിചിതമായ സാന്നിധ്യം മനസ്സിലാക്കി. ഉടനെ തന്നെ ഓടി വന്ന് കുചേലനെ കെട്ടിപ്പിടിച്ചു. രാജപകട്ട് നിൽക്കുന്ന താൻ ഒരു ദരിദ്രൻ്റെ സുഹൃത്താണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു ഭഗവാൻ. ആ സ്വർണ്ണ സിംഹാസനത്തിൽ തന്നോടുകൂടെ കുചേലനെ ഭഗവാൻ ഇരുത്തി. അവിദ്യാഗുരുവിൻ്റെ ആശ്രമത്തിൽ ഒന്നിച്ചു പഠിച്ച നാളുകളെക്കുറിച്ച് കൃഷ്ണൻ വാചാലനായി. ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്ന നമ്മുടെ കുചേലൻ തൻ്റെ ദാരിദ്ര്യം പറയാൻ മടിച്ച് കൊണ്ടുവന്ന ഒരു പിടി അവിൽപ്പൊതി ഭഗവാന്റെ നേരെ നീട്ടി. കൃഷ്ണൻ അത് അതിയായ സന്തോഷത്തോടെ മേടിച്ചു കഴിച്ചു. ഇത്രയും രുചിയുള്ള സ്നേഹമുള്ള ഒരു ഭക്ഷണം ഞാൻ മറ്റൊരിടത്തു നിന്നും ഇതുവരെ അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ആസ്വദിച്ചു. ആ സമയത്ത് കുചേലൻ തൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടിയില്ല. കാരണം ഭഗവാന്റെ സാമീപ്യവും സ്നേഹവും മതിയായിരുന്നു കുചേലന്. കൃഷ്ണൻ കുചേലനെ സ്നേഹം കൊണ്ട് നിറച്ചു. ഭൗതികമായ ഒന്നും ആവശ്യപ്പെടാതെ അമിത ഭക്തിയോടെ കുചേലൻ തിരികെ യാത്രയായി. തൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്നോർത്ത് കുചേലൻ വിഷമിച്ചെങ്കിലും വീടെത്തിയപ്പോൾ കണ്ട കാഴ്ച വളരെ അത്ഭുതകരമായിരുന്നു. തൻ്റെ കുടിൽ ഉള്ള സ്ഥലത്ത് കുടിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. പകരം അവിടെ സ്വർണ്ണ കൊട്ടാരങ്ങൾ, സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. ഒന്നും ചോദിക്കാതെ തന്നെ തൻ്റെ ഭക്തിയും നിഷ്കളങ്കതയും കണ്ട് എല്ലാം തന്ന് ഭഗവാൻ അനുഗ്രഹിച്ചിരുന്നു. ഈ കഥ നൽകുന്ന വലിയ സന്ദേശം സൗഹൃദത്തിൽ പണമോ പദവിയോ പ്രസക്തമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ രാജാവായിട്ടും കൃഷ്ണൻ ദരിദ്രനായ കുചേലനെ സുഹൃത്തായി കാണാൻ മടിച്ചില്ല. കുചേലൻ്റെ ആ ഒരു പിടി അവിൽ ഭക്തിയുടെ പ്രതീകമായിരുന്നു. ഉള്ളത് പങ്കുവയ്ക്കുന്നതാണ് ഏറ്റവും വലിയ ദാനം. കുചേലൻ ഒന്നും ചോദിച്ചില്ല. പക്ഷെ ഭഗവാന് തൻ്റെ ഭക്തൻ്റെ അവസ്ഥ അറിയാമായിരുന്നു. ചോദിക്കാതെ തന്നെ എല്ലാം നൽകുന്നവനാണ് ഈശ്വരൻ എന്ന വിശ്വാസം ജീവിതത്തിൽ നാം പലരും പല നേട്ടങ്ങൾക്ക് വേണ്ടിയും സൗഹൃദങ്ങൾ ഉപയോഗിക്കുമ്പോൾ യാതൊരു നേട്ടവും ആഗ്രഹിക്കാതെ വെറും സ്നേഹം കൊണ്ട് മാത്രം ഹൃദയങ്ങൾ തമ്മിൽ ചേരുന്നതാണ് യഥാർത്ഥ സൗഹൃദം എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എന്താണ്? കമൻറ്റിൽ പറയുമല്ലോ. കൂടാതെ ഇന്ന് ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. വേറൊരു കഥയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സുഹൃത്തുക്കളെ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ ബൈ.